ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കത് സ്പെഷ്യലാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേട്ടനുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. മിക്ക ദിവസങ്ങളിലും ചേട്ടനുള്ള ദിവസങ്ങളാണെങ്കിൽ എനിക്കങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 7:30 ടൈം ആയപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാത്രി തീരെ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 9th മന്താണ്. 9th മന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും അതുപോലെ തന്നെ ഉറക്കവും ഇല്ലാത്ത ഒരു പ്രത്യേക തരം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഞാൻ എണീറ്റ് നേരെ തന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുമല്ലോ. അങ്ങനെ പിന്നെ പല്ലൊക്കെ തേച്ച് ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എനിക്ക് എണീറ്റപ്പം തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുളിയും കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെയൊക്കെ ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ഫുഡ് എന്തെങ്കിലും എത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കാനൊന്നും പോയില്ല. കാരണം ഇടയ്ക്കാണല്ലോ ആൾക്ക് ഫ്രീ കിട്ടണ ദിവസങ്ങൾ. അപ്പോൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീറ്റ് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ബെന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കൂട്ടിയിട്ട് തൽക്കാലത്തേക്ക് കഴിച്ചു. അപ്പം ചേട്ടൻ എണീക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നൈസായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഒതുക്കിയേട്ടാ. അപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് ഏകദേശം 10 മണിയാവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് ഞാൻ വേഗം ഒരു ബെന്നും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണത്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ട് ചെയ്യാനോ ഒന്നും പറ്റണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം. അപ്പോൾ കുറേ നേരം റെസ്റ്റ് എടുക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ചെറുതായിട്ട് ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം, അതായത് നോർമലി ചെയ്തുകൊണ്ടിരിക്കണ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തോളൂ, പുതിയതായിട്ട് അങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടിച്ചു വാരൽ, തുടയ്ക്കൽ അങ്ങനത്തെ പണികളൊക്കെ ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും എന്നും നല്ല പോലെ അടിച്ചു വാരി അതുപോലെ തന്നെ തുടച്ച് നീറ്റായിട്ട് ഇരിക്കണം. അപ്പോൾ മിക്ക ദിവസം ഞാൻ തുടയ്ക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഇങ്ങനെ കുമ്പിട്ട് നിന്നൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കുനിഞ്ഞ് നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒന്നരാടെങ്കിലൊക്കെ ഞാനിത് ചെയ്ത് പോരാറുണ്ട്. അങ്ങനെ എൻ്റെ തൊടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചേട്ടൻ എന്തോ ഫോണിലെന്തോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കലാണ് കേട്ടോ എൻ്റെ ഒരു പരിപാടി എന്ന് പറയണത്. അങ്ങനെ പിന്നെ ചേട്ടൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചേട്ടനെ കുളിക്കാനായിട്ട് സെറ്റായിട്ട് പറഞ്ഞു വിടാൻ നോക്കി. അപ്പോൾ ചേട്ടനുള്ള ദിവസം ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ഞാൻ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണതും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അറിയാണ്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഷർട്ടോ ടീഷർട്ടും കാര്യങ്ങളൊന്നും ഇടാണ്ട് വീഡിയോയിൽ എന്നെ പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കല്ലേ എന്ന് കിട്ടും എന്നാണ് എന്നോട് പറയാറുള്ളത്. പക്ഷേ ഞാൻ നൈസായിട്ട് അറിയാണ്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ വീഡിയോസ് അങ്ങനെ ചേട്ടൻ സ്ഥിരമായിട്ട് കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഹെയറിലൊക്കെ എണ്ണ പുരട്ടി കൊടുത്തിട്ട് നന്നായി മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എണ്ണ പുരട്ടി കൊടുത്ത് കഴിഞ്ഞ് ഇപ്പം തന്നെ പോയിട്ട് കുളിക്കൊന്നുമില്ല കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ ഫോണൊക്കെ നോക്കി ഇരുന്നിട്ടാണ് കുളിക്കാനൊക്കെ പോവുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകിയിടാനായിട്ട്, ഷർട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴുകിയിടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കിതപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ വെറുതെ കെടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷീണമാവണ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അപ്പം ഞാൻ ഡെയിലി എന്തൊക്കെയാണോ ചെയ്യാറുള്ളത് അതൊക്കെ എന്നും തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ
കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ കുളിയും പരിപാടിയൊക്കെ നേരത്തെ തന്നെ കഴിയാറുണ്ട്. പക്ഷെ ചേട്ടൻ ഉള്ള ദിവസങ്ങളിൽ എല്ലാ പരിപാടിയും കുറച്ച് ലേറ്റായിട്ടാണ് ചേട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് അങ്ങനെ സമയം കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഷർട്ടുകളൊക്കെ കഴുകിയിട്ടു. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ട് വെയിലുള്ള സ്ഥലത്തൊന്ന് തോർത്തിയിടും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ജീൻസും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ജീൻസൊക്കെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ അമ്മ കഴുകിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ മുക്കി വെച്ചു. അപ്പോൾ ഇതോട് കൂടിയിട്ടപ്പോൾ വാഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. കാരണം എനിക്ക് മുന്നത്തെ പോലെ അങ്ങനെ സ്പീഡിലൊന്നും ചെയ്യാനായിട്ട് പറ്റണില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങളുടെ വണ്ടിയൊക്കെ കഴുകിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബക്കറ്റിൽ ആദ്യം തന്നെ നമ്മുടെ ഷാമ്പു ഒക്കെ കലക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണ് ഉരച്ചൊക്കെ കഴുകണത്. ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ കഴുകണതിനനുസരിച്ചിട്ട് എന്താ പറയുക, വെള്ളം അടിച്ച് കൊടുക്കുക ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വലിയ പണികളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ചേട്ടൻ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ വെറുതെ കൂടെ നിൽക്കുമ്പോൾ അതൊരു രസമാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടീനെ ഒന്ന് കുട്ടപ്പനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് നേരെ കുളിച്ച് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ മുടി ചട തീർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുറ്റത്ത് വന്ന് നിന്നിട്ടാണ് ഞാൻ മുടിയൊക്കെ ചട തീർക്കാറുള്ളത്. അപ്പോൾ ആ നേരത്ത് ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൊള്ളാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അധികം ടൈമൊന്നും കിട്ടിയില്ല. രാവിലെ എണീറ്റ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെയിൽ കൊള്ളാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ ബേബി ബമ്പ് ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ വലുതായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് കേട്ടോ രാവിലെ. അത് മസ്റ്റായിട്ട് എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ജ്യൂസാ എന്തെങ്കിലും. അപ്പോൾ ഇന്നും പേരയ്ക്ക ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പേരയ്ക്കയാണ്. അതൊന്നുപോലും ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഞാൻ കഴിക്കാറുണ്ട്. നമ്മുടെ ഒരു കെമിക്കൽസും ചേർക്കാണ്ട് ഫ്രഷായിട്ട് കിട്ടണ ഐറ്റമാണല്ലോ. അപ്പോൾ അത് എന്തായാലും കഴിച്ചിരിക്കണം. അപ്പം അങ്ങനെ 2-3 പേരയ്ക്ക നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും കിട്ടാറുണ്ട് പേരയ്ക്ക. അപ്പം അത് ഞാനങ്ങനെ കഴിച്ചു. കൂട്ടത്തിൽ എൻ്റെ മുടി ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര ചൂടാണ്. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റും നല്ല ചൂടുള്ള ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് സാമ്പാറും അതുപോലെ തന്നെ കടല ഉപ്പേരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മതിയാവും. പിന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനും പറ്റണില്ല. കുറച്ചങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വയറിങ്ങനെ വന്ന് വീർക്കണ പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കഴിച്ച് ഞാൻ നിർത്തി. അങ്ങനെ ചേട്ടനും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നുണ്ടായിരുന്നു കേട്ടോ. കിടന്ന് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം ഇന്ന് വൈകിട്ട് ചായയാണ് കേട്ടോ. കട്ടനാണ് ഇട്ടേക്കണേ. ഇന്ന് നമുക്ക് പാല് വെക്കാനായിട്ട് ആ ചേട്ടൻ മറന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് കട്ടൻ എന്തായാലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മിച്ചർ ഉണ്ടായിരുന്നു. മിച്ചറൊന്നും ഞാനങ്ങനെ കഴിക്കാറില്ല. എനിക്ക് തോന്നിയാൽ പോലും അമ്മ എനിക്കത് തരാറുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടനുള്ള കാരണം കൊണ്ട് ചേട്ടന് കുറച്ച് കൊടുത്തതാണ്. കൂട്ടത്തിൽ ഞാനും കൈയിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മിച്ചറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണല്ലോ എണീറ്റ് വന്നത്. അപ്പോൾ മുറ്റടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ശരീരമൊക്കെ ഒന്ന് സെറ്റായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് അടിച്ചു വരാറുള്ളൂ കേട്ടോ. അധികം അങ്ങോട്ട് ഭയങ്കര കാര്യമായിട്ട് അടിക്കാറൊന്നുമില്ല. ഇപ്പോൾ മുന്നാണ് നല്ല ഡീറ്റെയിൽഡായിട്ട് അടിക്കാറുള്ളത്. ഇപ്പം എന്നെ കൊണ്ട് പറ്റാത്ത കാരണം കൊണ്ട് ആ ഫ്രണ്ട് പോർഷൻ മാത്രമൊക്കെ അടിച്ചിടും. പിന്നെ നനയ്ക്കാനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റൊക്കെ നനച്ചിടും. എൻ്റെ മുളക് ചെടി പിന്നെ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ നനച്ച് സെറ്റാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ചേട്ടനുള്ള കാരണം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങടെയെങ്കിലുമൊക്കെ പോവാൻ വൈകിട്ട്, എനിക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിക്കണു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെ പോക്കും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോവാം, അറ്റ്ലീസ്റ്റ് ഒരു പാടത്തേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ നമുക്ക് എങ്ങടെയെങ്കിലുമൊക്കെ പോവാം. അങ്ങനെ ദേ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും മാമൻ്റെ ഓടിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മാമൻ്റെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ പിള്ളേർ ഇതേ അങ്ങോട്ട് ഇങ്ങോട്ട് അടി കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോയിൽ പെടാണ്ടിരിക്കാനാണ് ഇതേ ഒരാൾ തല താഴ്ത്തിയിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ അനിയത്തിയാണ്, കുഞ്ഞനാണ്, ആ തല പൊക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ കുഞ്ഞൻ. അങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ട് കുറേ നേരം കടിപിടി കൂടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും തല പൊക്കട്ടെ, അതുവരെ ഞാനിങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതേ മുഖമൊക്കെ കാണിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ കുറേ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ബോറടിയും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. കാരണം എനിക്കിപ്പോൾ ഡേറ്റ് എടുക്കണ കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാതില്ല. അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആൻറ്റി ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴുത്ത ചക്ക. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഈ പഴുത്ത ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്യാസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ ഞാനത് കഴിച്ചു കിട്ടാം. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു 1/4 മണിക്കൂർ. പിന്നെ അപ്പോഴത്തേക്കും ചെറിയ ക്ഷീണം പോലെയൊക്കെ ആയി. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് തോന്നി. അപ്പം അങ്ങനെ അധികം എവിടേക്കും പോകാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പോവുക, തിരിച്ചു വരിക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു 8 മണി ആ ടൈമിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഇന്ന് പിന്നെ ചേട്ടനുള്ള കാരണം കൊണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണത്. കാരണം ചേട്ടൻ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക എനർജിയാണെന്ന് പറയും. കാരണം എനിക്ക് അപ്പോൾ ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ തല്ലുകൂടിയിട്ടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കണ കാരണം കൊണ്ട് അങ്ങനെ അധികം ആലോചിച്ച് ടെൻഷൻ അടിക്കാറില്ല കേട്ടോ. എനിക്കെന്തോ ഡേറ്റ് എടുക്കും തോറും ചെറുതായിട്ട് ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.